പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് കാശ്മീരിലേക്കാണ് യാത്ര. അതും കുതിരയിൽ. കാശ്മീരിൽ ചെന്നിറങ്ങി അവിടുന്ന് വണ്ടിയെടുത്ത് നേരെ ഗുൽമർഗ്. കാണാൻ സുന്ദരമായ സ്ഥലമെന്നാണ് കേട്ടത്. വന്ന് കണ്ടപ്പോൾ കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ദൂരെ നിങ്ങൾക്ക് കാണാം മലനിരകൾ ഫുള്ള് മഞ്ഞായിട്ട്. അങ്ങനെ കുതിരക്കാരനെ ഒരുപാട് ഗൈഡുകളുണ്ട്. കുതിര സവാരി നടത്താനായിട്ട് ഒരുപാട് ഏജൻസി ഉണ്ട്. നല്ലവണ്ണം നോക്കി കണ്ട് സംസാരിച്ച് റേറ്റൊക്കെ ഉറപ്പിച്ച് ബൂട്ടും ജാക്കറ്റും, അത് ജാക്കറ്റെന്ന് വെച്ചാൽ വലിയ ജാക്കറ്റാണ്, മുട്ടുവരെയുള്ള വലിയ ജാക്കറ്റും വലിയ ഷൂസും ഇതെല്ലാം ഉൾപ്പെടെയാണ് ഒരു പാക്കേജ്. അപ്പോൾ ഒരു കുതിര, ഒരു ജാക്കറ്റ്, ഒരു ഷൂസ്, ഗ്ലൗസ്, ഇത്രയും കൂടെയാണ് ഒരു പാക്കേജ്. അത് പലരും പല റേറ്റ് ഉണ്ട്. ജാക്കറ്റിൻ്റെ വലിപ്പം അനുസരിച്ചും കുതിരയുടെ വലിപ്പം അനുസരിച്ചും ഒക്കെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. എന്നാൽ പോലും ഫിക്സ് ചെയ്തു. ഞങ്ങൾ കയറി. ആദ്യം കയറി നടന്നു തുടങ്ങിയപ്പോൾ സാധാരണ ഓക്കെ. പിന്നെ നിങ്ങൾക്ക് കാണാം, ദാ കല്ലെന്ന് പറഞ്ഞാൽ വലിയ വലിയ പാറക്കല്ലുകൾ. കുതിരയാണെങ്കിലോ അതിനിഷ്ടമുള്ള വഴി കൂടെയൊക്കെയാണ് നടക്കുന്നത്. ഈ ഗൈഡ് ആ കുതിരയുടെ വാലിൽ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഈ കുതിര അതിനിഷ്ടമുള്ള രീതിയിൽ ഏതെങ്കിലുമൊക്കെ അതിൻ്റേതായ വഴികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുതിരയും ഞാനുമായിട്ട് സിങ്കാവാൻ കുറച്ച് സമയമെടുത്തു. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നൈസായിട്ട് കുതിര ഓടിച്ച് കളയാമെന്നുള്ള വിചാരമൊന്നും വേണ്ട. കുതിര കയറി ഇരുന്ന് അത് സ്റ്റെപ്പ് വെച്ച് കഴിയുന്ന നമ്മളെ ബോഡി അതനുസരിച്ച് മൂവ്മെൻറ്റ് വ്യത്യാസം വരും. അതും ഇങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റത്തിലാണെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് ആഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ആ വള്ളിയിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഇടയ്ക്കിടയ്ക്ക് ബാലൻസ് തെറ്റി പോകുന്നുണ്ട്. അങ്ങനെ നടന്ന് ഏകദേശം മഞ്ഞുമലകളുടെ അടുത്തെത്താറായി. എൻ്റെ പേടി വല്ല ടെററിസ്റ്റോ വല്ലോ ഈ അടുത്തെങ്ങാനും ഉണ്ടാവും എന്നുള്ളതാണ് മറ്റൊരു പേടി. എന്നാലും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇപ്പോൾ നിലവിൽ. അങ്ങനെ വലിയ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കൂടെ നടന്ന് കുതിരയും ഞാനും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങ് ദൂരെയായിട്ട് നല്ല മലനിരകൾ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? നല്ല നടുവേദനയുണ്ട്. നടക്കുന്ന കുതിര എങ്ങനെയൊക്കെ നടന്നാലും നമ്മൾ എങ്ങനെയൊക്കെ പിടിച്ചിരുന്നാലും നല്ല നടുവേദന എടുക്കുന്നുണ്ട്. എന്നാലും ഇത് കാണാനുള്ള അത്യാഗ്രഹം കൊണ്ട് ഇതിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കൊള്ളാം, നൈസാണ്. നല്ല തണുപ്പടിക്കുന്നുണ്ട്. ഈ ജാക്കറ്റോ ഷൂസോ ഗ്ലൗസോ ഒന്നുമല്ല. മഞ്ഞിനോട് അടുക്കുമ്പോൾ നല്ല തണുപ്പ്. ചുണ്ടിലും ചെവിയിലും മൂക്കിലും നല്ലോണം തണുപ്പ് അടിച്ച് കയറുന്നുണ്ട്. നല്ല ഫീൽ. എൻ്റെ മൂക്കിൻ്റെ അറ്റത്തൊക്കെ ചുമന്നു, ചുണ്ട് ഡ്രൈ ആയി. നല്ല തണുപ്പ്. ശ്വസിച്ച് കഴിഞ്ഞിട്ട് നല്ല വെള്ള കളറിലാണ്, ഫുള്ള് പുകയായിട്ടാണ് വരുന്നത് ശ്വസിച്ച് കഴിയുമ്പോൾ. പക്ഷേ സുന്ദരം. വാവ്! ഇറങ്ങി ഞങ്ങൾ നടന്നപ്പോൾ അടിപൊളി. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കാണണം. ഇങ്ങനെ മഞ്ഞിൻ്റെ നടുക്ക് വന്ന് നിൽക്കണം. റോജ ഫിലിമിലെയൊക്കെ പോലെ.